Hello guys, it's me, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ നാടോടി. വെൽക്കം ബാക്ക് ടു മിസ്റ്റർ നാടോഡീസ് വ്ളോഗ്. എന്തൊരു ചൂടാണ് ഗൈസ്, എന്റെ പൊന്നേ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ലോട്ടിലാണ്. ഞാനിവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നതാണ്. അമ്മായിക്കൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവർ ബ്ലഡ് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ബ്ലഡ് കൊടുക്കണം. പക്ഷെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. എല്ലാവരും ഡൊണേറ്റ് ചെയ്യണം. 6 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. അത് നമ്മുടെ ഹാർട്ടിലെ ബ്ലഡ് പമ്പിങ്ങിനോ എന്തിനൊക്കെയോ നല്ലതാണെന്ന് പറഞ്ഞു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. ലോണിൻ്റെ കണ്ട ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിൻ്റെയാണ് പ്രൂഫ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട് കൈക്കൊക്കെ ചെറിയൊരു പണി കെട്ടി പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വ്ളോഗൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ അത്രയും നാൾ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എങ്ങനെ വ്ളോഗ് ചെയ്യാം, വ്ളോഗിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ആൾക്കാരെന്തൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ സജഷൻസ് കിട്ടി. എടാ ഇങ്ങനെ വ്ളോഗ് ചെയ്തോടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സജഷൻസ് കിട്ടി. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പോകെ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നൊരു സാധനം വാങ്ങാൻ പോവാം. എന്താണെന്ന് വെച്ചാൽ, ഗോപ്രോ എടുത്തപ്പോൾ ഞാൻ അറിയാതിരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞു, ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. ഗോപ്രോന്റെ ലോ ലൈറ്റ് ഭയങ്കര മോശമാണ്. കുറച്ച് ലൈറ്റ് കുറഞ്ഞൊരു എവിടെയെങ്കിലും പോയാൽ പിന്നെ നമുക്ക് ഒരു ലൈറ്റും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഗോപ്രോയിൽ നിന്ന് കിട്ടുക. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അത് നമുക്ക് എന്താ പറയുക, വേറെ എന്തെങ്കിലും നമ്മുടെ മൊബൈൽ ക്യാമറ വെച്ചോ അല്ലെങ്കിൽ വേറെ ഒരു ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. ബട്ട് മോട്ടോ വ്ളോഗിങ്ങിനൊക്കെ ഗോപ്രോ മാത്രമേ നമുക്ക് ചോയ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോണൊന്നും നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഗോപ്രോ ഇസ് ദ ബെസ്റ്റ്. ഗോപ്രോ വ്ളോഗിങ് ക്യാമറ ഗോപ്രോ ആണ് ഗൈസ് ബെസ്റ്റ്. വാവ്, കിടിലം പാട്ടേസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അവരുടെ ഒരു ഷോപ്പിന്റെ പിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഗോപ്രോൻ്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതെനിക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയാണ്. അതായത് ഇത് ഫുൾ ചാർജ് ചെയ്താൽ മാക്സിമം കിട്ടുന്നത് ഒരു 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ മാക്സിമം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും നേരം നിൽക്കില്ല ഇത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു എക്സ്ട്രാ 2 ബാറ്ററിയും അതിൻ്റെ ഒരു അഡാപ്റ്ററും, അതായത് 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ പ്ലസ് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മൈക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇൻബിൽട്ട് മൈക്ക് ഒരു പ്രോബ്ലം അല്ല ഗൈസ്. ഇതിൻ്റെ അത്യാവശ്യം നല്ലൊരു മൈക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ വി ട്രേഡേഴ്സിലേക്ക് പോകാം. ഇതാണ് അമൃത ഹോസ്പിറ്റൽ. നമ്മൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ബ്ലോക്ക് കിട്ടി ഗൈസ്, ഭയങ്കര ബ്ലോക്ക്. നമ്മൾ വി ട്രേഡേഴ്സിലെത്തി. ഇതാണ് വി ട്രേഡേഴ്സ്. ഗോപ്രോന്റെ എക്സ്ട്രാ ബാറ്ററീസ് ഉള്ളൊരു ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. എക്സ്ട്രാ ബാറ്ററി ചാർജർ, ഒരു അഡാപ്റ്റർ 4000 രൂപ എന്തോ അതിരിപ്പുണ്ട്. ഗോപ്രോ എക്സ്ട്രാ ബാറ്ററി ചാർജർ ഏപ്രിൽ 8 തീയതി വരുള്ളൂ. നല്ല അടിപൊളിയായിട്ട് മൂഞ്ചി ഗൈസ്. ഞാൻ ഇവരോട് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്
ബാറ്ററിയും അഡാപ്റ്ററും ഒക്കെ അവൈലബിൾ ആണോന്ന്. അപ്പോൾ അവർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നന്നായി. അവിടെ നിന്ന് ഇവിടം വരെ വന്നത് വെറുതെ ആയില്ല. വീണ്ടും വീണ്ടും ബ്ലോക്ക്. മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഹെവി ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആയിട്ട് വ്ളോഗിങ് ഒക്കെ അടിപൊളിയാക്കാന്ന് വിചാരിച്ചായിരുന്നു ഗൈസ്. ഒക്കെ ചീറ്റിപ്പോയി. അങ്ങനെയൊന്നും തോക്കില്ല ഗൈസ്. നമുക്ക് ബോൾഗാട്ടി പാലസിൽ പോവാം. ഗൈസ് നൈസായിട്ട് പിന്നെ മൂഞ്ചി ഗൈസ്. എന്തായാലും നല്ല ദിവസമാണ് ഞാൻ വ്ളോഗിങ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അയ്യോ, അവിടെ പോയപ്പോൾ ബാറ്ററിയും ഇല്ല, മൈക്കും ഇല്ല, ഗോപ്രോൻ്റെ ഓരോ ആക്സസറീസും ഇല്ല, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഏപ്രിൽ 8-ാം തീയതി വരാൻ പറഞ്ഞു. ഒരു കാര്യമില്ല, വീട്ടിൽ പോയാൽ മതി. തിരിച്ചു വന്ന വഴിക്ക് ബോൾഗാട്ടി പാലസിൻ്റെ ബോർഡ് കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബോൾഗാട്ടി പാലസ് ബൂട്ടിന്ന്. അതപ്പോൾ ഇപ്പം അതൊരു പ്രൈവറ്റ് റിസോർട്ട് എന്തോണ് ഗൈസ്. ഇപ്പം നമുക്ക് പോയി ടിക്കറ്റ് എടുത്ത് കയറി കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആനന്ദത്തിൻ്റെ ഡയലോഗ് കേട്ടിട്ട് ഇനി ആരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ പോവാം. അപ്പം ഞാൻ എന്തായാലും ഇനിയൊരു പരീക്ഷണത്തിന് മുതിരുന്നില്ല ഗൈസ്. വിശക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം. എല്ലാം കൊണ്ടും പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കയറി അപ്പം തന്നെ അമ്മ മാമ്പഴക്കാളനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അതൊക്കെ കൂട്ടി ഊണക്കൊണ്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ അത് ഇപ്പം എണീറ്റുള്ളൂ. സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല. പ്ലാൻ ചെയ്തതെല്ലാം പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു വന്നത്. ഒന്ന്, വ്ളോഗിങ് സ്റ്റൈലിന് ചെറിയൊരു മാറ്റമുണ്ട്, കുറച്ച് ചേഞ്ച് ഉണ്ട്. ഫാനിലാണ്ട് പറ്റുന്നില്ല ഗൈസ്. എന്തൊരു ചൂട്. അപ്പോൾ ഗൈസ് ചേഞ്ചസ് ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന്, ലാംഗ്വേജ് മാറ്റി ഞാൻ. പിന്നെ 2, ട്രാവലിംഗ് മാത്രമല്ലാണ്ട് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡോ ഹോട്ടൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസസോ സ്ഥലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും നിങ്ങൾ എന്നോട് ഇങ്ങനെ ഓക്കെ എടാ ഇത് വ്ളോഗ് ചെയ്തുകൂടെ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദൂരെ ട്രാവലിംഗ് മാത്രമല്ല. അപ്പം ഞാൻ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചത്, #ട്രാവൽ #കേരള എന്ന് പറഞ്ഞിട്ട് കേരളത്തിനുള്ളിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഒറ്റയടിക്കല്ല പല ഘട്ടങ്ങളിലായിട്ട് പയ്യെ ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിടും. പിന്നെ അതേപോലെ #ട്രാവൽ #ഇന്ത്യ, അതേപോലെ അങ്ങനെ അത് രണ്ടുപേർക്കും എൻ്റെ ട്രാവലിംഗ്. ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അത് പോകുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിടാം. പിന്നെ എന്തായാലും ഇത് ഞാൻ വ്ളോഗ് ചെയ്യും ഗൈസ്. അതായത് ട്രേഡേഴ്സിൽ അവരോട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചതാണ് ഉണ്ടോ ഏപ്രിൽ 8-ാം തീയതി ആയിട്ട് നമുക്കൊരു ദിവസം പോകാം ഗൈസ്. കാരണം ആ ഒരു ഐറ്റം എല്ലാ ഗോപ്രോ യൂസേഴ്സിനും ആവശ്യമുള്ളതാണ്. ഇഫ് വ്ളോഗേഴ്സ് എന്ന് തന്നെയല്ല, ഗോപ്രോ യൂസ് ചെയ്ത് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതിനൊരു പ്രതിവിധിയാണിത്. വേറെ നിങ്ങൾക്ക് ആമസോണിൽ ഗോപ്രോൻ്റെ ഒരു ബാറ്ററി മാത്രമായിട്ട് കിട്ടും. പക്ഷേ 2750 രൂപ അത്ര കണ്ടാണ് വില. അപ്പോൾ 4500 രൂപ, 4400 രൂപ, 4200 രൂപ എന്ത് ഇതിനുള്ളൂ. അവരെന്നോട് എമൗണ്ട് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് വെച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എക്സ്ട്രാ ബാറ്ററി കിട്ടും, പ്ലസ് നിങ്ങളുടെ ഒരു ബാറ്ററി ഉണ്ട്. ആൻഡ് ഈ 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനും പറ്റും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ 3 ബാറ്ററി ഫുൾ ചാർജ് 3 ബാറ്ററി നിങ്ങളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും 9 ഹവേഴ്സോളം നിങ്ങൾക്ക് ബാറ്ററി ഉണ്ട്. അതായത് 9 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഇത് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു ടൈം സ്പാനാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് തോന്നുന്നു ലൈക്ക് ഇത് വ്ളോഗ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, വെറൈറ്റി ആയിട്ട് ആൾക്കാർ അറിയേണ്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുക. സോ ഐ വിൽ ട്രൈ ടു വ്ളോഗ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വ്ളോഗുമായി സന്ധിക്കും വരെ ബൈ ബൈ.